നമസ്കാരം. ട്രംപിനെതിരെ കൊലവിളിയുമായി ഇറാൻ. ഇറാന് നേരെ ട്രംപിന്റെ യുദ്ധക്കപ്പലുകൾ അടുക്കുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സമുദ്രമേഖലയിൽ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധഭീതി സംജാതമാകുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇറാനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്ക് എത്തപ്പെടുന്ന അല്ലെങ്കിൽ ഇറാന്റെ മേഖലകളിലേക്ക് എത്തുന്ന അമേരിക്കയെക്കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കക്കെതിരെയുള്ള ഇറാന്റെ വെല്ലുവിളികളും ഒപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും ഒക്കെ ആയിരുന്നു. ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം കഴിഞ്ഞ 2-3 ആഴ്ചകളായി അവിടെ ഇന്റർനെറ്റ് അടക്കമുള്ളവ നിരോധിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ നിന്നുള്ള യഥാർത്ഥ വസ്തുതകൾ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് അറിയാൻ കഴിയാതായി പോകുന്നതാണ്. എന്നാലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ അവിടെ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും അത്തരത്തിലൊരു സംഘർഷ സാധ്യത ശക്തമാവുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായതോടുകൂടിയാണ് സ്ഥിതിഗതികൾ ഒരല്പം കൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയാം. പസഫിക് സമുദ്രമേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങി തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സൗത്ത് ചൈന കടലിൽ ഉണ്ടായിരുന്ന US-ന്റെ പോർ വിമാനവാഹിനിയായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന യുദ്ധക്കപ്പൽ ഉൾപ്പെടെ 3 യുദ്ധക്കപ്പലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സമുദ്രമേഖലയിൽ പ്രവേശിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കമായിട്ടാണ് നമുക്ക് ഇതിനെയൊക്കെ വിലയിരുത്തപ്പെടേണ്ടത്. അപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം എന്നല്ല, യുദ്ധത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. ഇതിനിടെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള മന്ത്രി അബ്ബാസ് അറഗച്ചി അമേരിക്കക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയത്. അതായത് അവർ പറയുന്നത് ജൂണിലെ ഒരു ആക്രമണ സമയത്ത് ഇറാൻ നിയന്ത്രണം പാലിച്ചിരുന്നു. അന്ന് വലിയ ആക്രമണങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ വളരെ കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയാണ് അന്ന് ഇറാൻ മുന്നോട്ട് പോയത്. എന്നാൽ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ മുഴുവൻ ശക്തിയോടെയും തിരിച്ചടിക്കുവാൻ സൈന്യം തയ്യാറാണ് എന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുകയാണ് അബ്ബാസ് അറഗച്ചി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് തന്നെ അവർ പലവട്ടം സൂചിപ്പിച്ചതാണ്, ഇറാനെതിരെയോ അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനിക്കെതിരെയോ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തുവാൻ അമേരിക്ക തയ്യാറാകുന്ന ആ നിമിഷം ട്രംപിനെ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. മാത്രമല്ല 3 രാജ്യങ്ങളിൽ, അതായത് സൗദി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ, UAE അടക്കമുള്ള രാജ്യങ്ങളിൽ ഇറാനെ ആക്രമിക്കുന്നതിന്റെ അടുത്ത നിമിഷങ്ങളിൽ ബോംബ് വർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മിസൈൽ വർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാന്റെ മുന്നറിയിപ്പ് എന്നത്. അവർ പറയുന്നതേ ഉള്ളൂ, ഞങ്ങളെ ഈ കഴിഞ്ഞ 2025 ജൂൺ മാസത്തിൽ ആക്രമിച്ച ആ നേരത്തുള്ള ഇറാൻ അല്ല ഈ ഇറാൻ എന്നാണ് അവർ പറയുന്നത്. അന്ന് കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി അല്ലെങ്കിൽ സംയമനത്തോടുകൂടി യുദ്ധത്തെ സമീപിച്ചത് കൊണ്ടാണ് വലിയ യുദ്ധമായി മാറാതെ പോയത് എന്നാണ്. എന്നാൽ ഇനി ഒരു ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ട്രംപിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിനെ തടവിലാക്കുകയോ തടങ്കലിലാക്കുകയോ ചുട്ടരിക്കുകയോ ചെയ്യും എന്ന് മാത്രമല്ല, അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള UAE-യിലും ഖത്തറിലും ഒമാനിലും അടക്കമുള്ള ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ, മിസൈൽ ആക്രമണങ്ങൾ നടത്തും എന്നുകൂടി ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഭയന്നുകൊണ്ടാണ് ആദ്യം ഒരു നിമിഷം അമേരിക്ക പിന്മാറിയത് എങ്കിലും ഇപ്പോൾ അവരുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവരുടെ യാത്ര എന്ന് പറയപ്പെടുന്നത് യുദ്ധത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ US-ന്റെ പോർ വിമാനവാഹിനിയായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സമുദ്രമേഖലയിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് ഇത് വഴി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിലേക്കാണ് അമേരിക്ക ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. ഇറാൻ ചെറിയ രാഷ്ട്രമാണ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അമേരിക്ക പോകുന്നതെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇറാനിൽ നടന്ന പ്രക്ഷോഭം 72 മണിക്കൂർ മാത്രമാണ് നീണ്ടത് എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല പിന്നീട് നടന്ന പ്രക്ഷോഭങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിനെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് സൃഷ്ടിച്ചത് എന്ന് പറയപ്പെടുന്നത് സായുധ കലാപകാരികളാണ് എന്നുള്ളതാണ് വേൾ സ്ട്രീറ്റ് ജേർണൽ എഴുതിയ ലേഖനത്തിൽ ഈ അബ്ബാസ് അറഗച്ചി പറയുന്നത്. അപ്പോൾ അബ്ബാസിന്റെ വാർത്തകളിൽ ഇറാനിൽ നടന്ന പ്രക്ഷോഭം വെറും 3 ദിവസം നീണ്ടു നിന്ന ഒരു പ്രക്ഷോഭം മാത്രമായിരുന്നു. അതിനെ ഇങ്ങനെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടതിന് പിന്നിൽ സായുധ കലാപകാരികളുണ്ട്, അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സഹായമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ അടിച്ചമർത്തി എന്ന ആരോപണത്തെ തുടർന്ന് ലോക സാമ്പത്തിക ഫോറത്തിലേക്കുള്ള ഇറാന്റെ ക്ഷണമടക്കം നേരത്തെ തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, ആ ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ടാൽ അതിന്റെ ഫലം പൂർണ്ണ യുദ്ധമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അപ്പോൾ സാധാരണ ഗതിയിൽ ഒന്നോ രണ്ടോ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കുകയോ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ബോംബ് വർഷം ഉണ്ടാവുകയോ ചെയ്യുന്നത് ഒഴിച്ചാൽ ചിലപ്പോൾ ആ യുദ്ധമൊക്കെ അവിടെ സമാപിച്ചേക്കാം. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു സമ്പൂർണ്ണ യുദ്ധമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു. അപ്പോൾ ഖമേനിക്കെതിരെ കൈ ചൂണ്ടിയാൽ കനത്ത പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാന്റെ സായുധ സേന അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെ വധിച്ചാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുവാൻ ഉത്തരവിട്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്തുള്ള ഖമേനിയെ തൊട്ടാൽ ട്രംപിനെ വകവരുത്തുമെന്ന് ഇറാനും, തന്നെ വധിച്ചാൽ, അതായത് ട്രംപിനെ വധിച്ചു കഴിഞ്ഞാൽ ഇറാനെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള ഉത്തരവാണ് താൻ ഇട്ടിരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുമ്പോൾ ഇത്തരത്തിലുള്ള വാക്പോരുകൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നത്. അതുകൊണ്ടാണ് ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്നും ട്രംപ് നേരത്തെ തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അത് ഈ പ്രക്ഷോഭകാരികൾക്ക് ഒരു ആയുധമായി മാറി എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് കുറച്ചുകൂടി ഊർജം ലഭിച്ചു എന്നുള്ളത്. അപ്പൊ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പ്രക്ഷോഭകാരികൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അവർ ആശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സഹായം കിട്ടുകയാണെങ്കിൽ ഈ ആയത്തുള്ള ഖമേനിക്കെതിരെ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളും യുദ്ധവും നടത്തി ഈ ഭരണം പിടിച്ചെടുക്കാം എന്നുള്ളൊരു ചിന്ത ഈ പ്രക്ഷോഭകാരികളിൽ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഗൾഫ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ താൽക്കാലിക ശാന്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇസ്രായേലിന്റെ ഇടപെടലുണ്ടായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രംപ് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പിന്മാറ്റം നടത്തുവാൻ അവിടെ ഒരു ഗൾഫ് രാജ്യങ്ങളടക്കം ഒക്കെ ഇടപെട്ടതോടുകൂടി, അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലേ ഖത്തറും UAEയും ഒമാനും ഒക്കെ ഇടപെടുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഈ പറയുന്ന എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് തന്നെ അതിൽ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ എല്ലാവരും ചേർന്ന്, ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ ചേർന്നുകൊണ്ട് അമേരിക്കയോട് യുദ്ധപ്രഖ്യാപനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു വരികയും കഴിഞ്ഞ ആഴ്ച ഒരു ശാന്തത കൈവരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പുതിയ നീക്കങ്ങൾ എന്ന് പറയുന്നത് ഈ മേഖലയിലേക്ക് അസ്ഥിരതയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള സൂചനകളാണ്. അതായത് ഇന്ന് വരെയുള്ള അമേരിക്കയുടെ പിന്മാറ്റം എന്ന് പറയുന്നത് പേരിൽ മാത്രമായിരുന്നുവെന്നും ഇറാനെതിരെ ശക്തമായിട്ടുള്ള കൊലവിളിയുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ തിരിച്ചടിക്കും. മാത്രമല്ല ട്രംപിനെ വകവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ട്രംപിൻ്റെതായ ഒരു അവസാന ചോരക്കളിയായി മാറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷെ ഇവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ആണവ യുദ്ധത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം വിദൂരമല്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കും. അതുതന്നെ അത് ഈ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, മാത്രമല്ല നാറ്റോയുടെ ഇടപെടലുകളൊക്കെ ഇതിനകത്തുണ്ടാവും. ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇതൊരു കാരണമായി തീരുമോ എന്നതിനെ കുറിച്ച് ആശങ്കയിലാണ് ലോകം.